സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും തിരുവോണ ദിനത്തിൽ ആശ്വാസവും സന്തോഷവും പകർന്ന് ഡിവൈഎഫ്ഐ. ചുള്ളിയോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി വളപ്പിൽ പ്രത്യേക സൗകര്യമൊരുക്കിയാണ് 150ഓളം പേർക്ക് വിഭവസമൃദ്ധമായ ഓണസദ്യ നൽകിയത്. ചോറും കറികളും പായസവും അടക്കം 12 കൂട്ടം വിഭവങ്ങളോടെയാണ് വീട്ടിൽ പോകാൻ കഴിയാത്തവർക്കായി പ്രവർത്തകർ സദ്യ എത്തിച്ചു നൽകിയത്. വീടുകളിലെത്തി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ സാധിക്കാത്തവർക്കാണ് ഡിവൈഎഫ്ഐ താലൂക്ക് ആശുപത്രിയിൽ തിരുവോണ സദ്യ എത്തിച്ചു നൽകിയത്. സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കുമായി വിഭവസമൃദ്ധമായ സദ്യയാണ് സംഘാടകർ ഒരുക്കിയത്. ചോറും കറികളും പായസവും അടക്കം 12 കൂട്ടം വിഭവങ്ങളടങ്ങിയ സദ്യ ആശുപത്രി വളപ്പിൽ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്തിരുന്ന് എല്ലാവരും ഒരുമിച്ച് കഴിച്ചു. ഡിവൈഎഫ്ഐ കഴിഞ്ഞ 9 വർഷമായി സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ 7,50,000 മേലെ പൊതിച്ചോറുകളാണ് ഇവിടെ വിതരണം ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും തിരുവോണ നാളിൽ നെന്മേനി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഇത്തരത്തിൽ ഓണസദ്യ തയ്യാറാക്കി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ ചുള്ളിയോട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഡിവൈഎഫ്ഐ ഇവിടെ ഇത്തരത്തിലേക്ക് ഒരു ഓണസദ്യ തയ്യാറാക്കി നൽകിയിട്ടുള്ളത്. രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കം 150ഓളം പേരാണ് സദ്യയിൽ പങ്കാളികളായത്. ഡിവൈഎഫ്ഐ സുൽത്താൻ ബത്തേരി ബ്ലോക്ക് സെക്രട്ടറി അനീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് നിധീഷ് സോമൻ, ചുള്ളിയോട് മേഖലാ സെക്രട്ടറി അൻഷാദ്, പ്രസിഡന്റ് സച്ചു ഷാജി, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ദിബിൻ, ശരത്, കാഞ്ചന, ഷാബിൽ എന്നിവർ തിരുവോണ സദ്യാ വിതരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് മലയാളം, വയനാട്.